വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന ശ്രമത്തെ പ്രതിസന്ധിയിലാക്കി ഒരു വിഭാഗത്തിന്റെ പ്രതികരണങ്ങളും ഇടപെടലുകളും. കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള അനുദയ നീക്കങ്ങളിൽ അതൃപ്തരായവരാണ് മോചന ശ്രമങ്ങൾക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നത്. കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പ്രകോപനപരമായ കമന്റുകളിട്ടും കുടുംബത്തിനെതിരായ ചർച്ചകൾ മൊഴിമാറ്റി അറബിയിൽ പ്രചരിപ്പിച്ചുമെല്ലാമാണ് ഇക്കൂട്ടരുടെ നീക്കം. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച വാർത്ത കേരളം കേട്ടത് ഏറെ പ്രതീക്ഷയോടെയായിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് വികാരങ്ങൾ ഇളക്കിവിടുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. പലരും വ്യാജ പേരുകളിലാണ് വിദ്വേഷ കമന്റുകളുമായി എത്തുന്നത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുത്, നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം, അതുവരെ പോരാടണം എന്ന കമന്റുകൾ വരെ കാണാം. ഇത്തരം വ്യാജ അക്കൗണ്ടുകളിൽ ഒന്നാണ് നവാസ് ജാനെ. വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും യമനിൽ മധ്യസ്ഥത വഹിക്കുന്ന ഹബീബ് ഉമറിനെയും അധിക്ഷേപിക്കുന്ന കമന്റുകളും ഫേസ്ബുക്കിൽ കാണാം. കാന്തപുരത്തിന്റെ ഹൂതി ബന്ധം ദുരൂഹമെന്നും ഇത് അന്വേഷിക്കണമെന്നും യുക്തിവാദി നേതാവ് ആരിഫ് ഹുസൈൻ. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുന്ന കാന്തപുരം എന്തുകൊണ്ട് ബംഗളൂരുവിലെ ജയിലിൽ കിടക്കുന്ന സക്കരിയയ്ക്ക് വേണ്ടി ഇടപെടുന്നില്ലെന്നാണ് ജമാഅത്തെ ഇസ്ലാമി സൈബർ ഗ്രൂപ്പുകളിലെ പൊതുചർച്ച. കാന്തപുരത്തിന്റെയും ഷൈഖ് ഹബീബ് ഉമറിന്റെയും ഇടപെടലുകളെ അവഹേളിക്കുന്നതിനെതിരെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. ചിലരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും നിമിഷയുടെ മോചന ശ്രമങ്ങളെ സങ്കീർണമാക്കുമെന്നും ആക്ഷൻ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെതിരെ ആരോപണവുമായി ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ രംഗത്തെത്തി. 8 വർഷമായി ഒരു കോടതി ഉത്തരവിന്റെ പകർപ്പ് പോലും സാമുവൽ ജെറോം നൽകിയില്ല. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് $44,000 വാങ്ങിയെന്നും വിശദീകരണം ചോദിച്ചപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അനൽകാസെ, ന്യൂസ് മലയാളം, കോഴിക്കോട്.